വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. കേന്ദ്രത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് മുസ്ലിം ലീഗ് മറന്നുവെന്നും എ വിജയരാഘവൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുഖം വികൃതമാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശത്തിനാണ് എ വിജയരാഘവന്റെ മറുപടി. കേന്ദ്രത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിൽ അതിശയമില്ല. വർഗീയ കക്ഷികളുടെ സ്വരത്തിലാണ് മുസ്ലിം ലീഗ് സംസാരിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. ലവ് ജിഹാദിനെയും CPIMനെയും ബന്ധിപ്പിച്ചുവരെ സലാം സംസാരിച്ചു. മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ തുടർച്ചയായ കടന്നാക്രമണങ്ങൾ, അക്രമോത്സുകമായ പ്രചരണ രീതികൾ, ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്, അതിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തിയിരുന്നത്. ആ പ്രതിച്ഛായയാണ് തെരഞ്ഞെടുപ്പ് കണ്ടത്, ജനങ്ങൾ കണ്ടത്. ലീഗുകാർ കണ്ടത് പിന്നെ പിണറായിയുടെ പ്രതിച്ഛായയാണെന്ന് എനിക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് CPMനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ലവ് ജിഹാദ് CPM പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം ഇവിടെ പറയേണ്ടത്. ലവ് ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയത് ആരാ? പിണറായി വിജയന. കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ CPMനെ കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോഴാണ്. പിണറായി വിജയൻ വിമർശിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണ്. ഒരാളെയും വിമർശിക്കുന്നത് വ്യക്തിപരമായല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. മാധ്യമങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അന്ന് അതിൻ്റെ വ്യത്യാസം തുടങ്ങിയൊന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സഹായം സഖാവ് പിണറായിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ തോതിൽ കളവുകൾ പ്രചരിപ്പിക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുക, അതിന് ബോധപൂർവമായ പരിശ്രമം നടത്തുന്ന ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അതിലിപ്പോൾ അവരവരുടെ തൊഴിൽ ചെയ്യുന്നതേ ഉള്ളൂ. അത് സത്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നിന്ന SNDPയുടെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുവെന്നും എ വിജയരാഘവൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനയുടെ ഉള്ളിലേക്ക് നോക്കൂ നിങ്ങൾ. അതിൽ നോക്കിയാൽ SNDPയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് SNDPയുടെ സെക്രട്ടറിയെ പോലെയല്ല. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ്. എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനമാണ്. ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത്. ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമോ എന്നത് വേറെ കാര്യമാണെന്നും മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി എ വിജയരാഘവൻ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.